ഓക്കെ, ഞാൻ തന്നെ രണ്ടാമത് പറയണം. Yes, please. മദ്യാസക്തനാണ്. ഇന്നത്തെ ദിവസം ഞാൻ കുടിച്ചിട്ടില്ല. എൻ്റെ പേര് ഹരിദാസൻ. വളരെ Hi, Hadasseta. നിറഞ്ഞ മനസ്സോടും ഓക്കെ, വളരെ നല്ല സന്തോഷത്തോടും കൂടി, വളരെ നിറഞ്ഞ സന്തോഷത്തോടെ, വലിയ ആഗ്രഹത്തോടും കൂടെ തന്നെയാണ് ഈ മീറ്റിംഗ് പങ്കെടുക്കുന്നത്. കാരണം എന്നെ തിരിച്ചറിയാൻ കഴിയുക, എന്നെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കി തരിക എന്നുള്ള ഓരോ മീറ്റിങ്ങും കഴിയുമ്പോൾ മറ്റുള്ളവരെ ഷെയറിങ്ങിലൂടെ ശ്രദ്ധിക്കുന്നതിന് ഫലമായിട്ട് ഇത്രയും കാലമായിട്ട് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഓരോ ദിവസവും എന്നെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കി തരികയും എൻ്റെതായിട്ടുള്ള വൈകല്യങ്ങളെ എൻ്റെ നന്മകളെ എല്ലാം തിരിച്ചറിയുന്ന ഞാൻ ഈ ഷെയറിങ് ശ്രദ്ധിക്കുന്നതുകൊണ്ട്. അപ്പം ഞാൻ ഈ ഷെയറിങ് ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിനോട് സാമ്യമുള്ള രീതിയിലുള്ള ഷെയറിങ് തന്നെ കേൾക്കുമ്പോഴും ഒരു മദ്യാസക്തൻ എന്നുള്ള നിലയിൽ പല കാരണങ്ങൾ കൊണ്ട് തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. പല കാരണങ്ങൾ കൊണ്ട്, അത് വൈകാരികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം പലതരത്തിൽ. ശാരീരികമായിട്ടെന്ന് പറഞ്ഞാൽ മദ്യത്തിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലവും അതിന്റെ കെമിക്കൽസിന്റെ പ്രവർത്തനം കൊണ്ട് ശരീരത്തിന് പല ക്ഷതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആന്തരികമായ ഭാഗത്ത് സംഭവിക്കുന്ന മാനസിക ക്രിയാത്മകത്വം, മനസ്സിൽ സംഭവിക്കുന്ന കുറെ ചലനങ്ങൾ, അതിന് ക്ഷതം സംഭവിച്ചതിന്റെ ഫലമായിട്ട് തന്നെയാണ് മാനസികമായിട്ടുള്ളൊരു തളർച്ച ഉണ്ട് ഉള്ളിൽ. അതേമാതിരി തന്നെ വൈകാരിക തലം പ്രവർത്തിക്കാതിരുന്ന സ്ഥലത്ത് നിന്ന് പ്രവർത്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആൽക്കഹോളിക് അനോൺസിന്റെ പ്രോഗ്രാമിലൂടെ. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. കുറെ വർഷങ്ങളോളം ഈ ഉപകരണം ഒരു പ്രവർത്തനം ഇല്ലാതെ നിശ്ചലമായിരുന്നു എന്നുള്ള. കാരണം എനിക്ക് എന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് അതിനെ കൂട്ടുപിടിച്ചുകൊണ്ട്, ഈ ഉപകരണത്തിന് കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെ ഞാനൊരു വലിയ കള്ളനായിട്ട് മാറിയിട്ടുണ്ട്. എൻ്റെ അമ്മയെ ഞാൻ സ്നേഹിച്ചിരുന്നു, എൻ്റെ അച്ഛനെ ഞാൻ സ്നേഹിച്ചു, എൻ്റെ കൂടപ്പിറപ്പിനെ സ്നേഹിച്ചു, സുഹൃത്തിനെ സ്നേഹിച്ചു, സമ്പത്തിനെ സ്നേഹിച്ചു. എൻ്റെ കയ്യിൽ വരുന്ന എല്ലാ കാര്യങ്ങളെയും ഞാൻ വളരെ അനുതാപപൂർവ്വം സ്നേഹിച്ചു എന്നുള്ള ഒരു അഭിനയം ഞാൻ കാഴ്ചവെച്ചിട്ട് ഈ ഉപകരണത്തിന് ഉപയോഗശൂന്യമാക്കിയ വ്യക്തിയാണ് ഞാൻ. ആ ഒരു ഉപകരണം പൂർവാധികം ഭംഗിയോടും കൂടെ ഉപയോഗിക്കാൻ തരത്തിൽ പാകപ്പെടുത്തി എടുക്കുന്നത് ശരിക്കും പറഞ്ഞ ആൽക്കഹോളിക് അനോൺസിന്റെ മീറ്റിങ്ങിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് അതിന് ഉപകാരപ്പെടുന്നത്. ഞാൻ മറ്റുള്ളവരോടൊപ്പം നിലനിന്നേ പറ്റൂ. എൻ്റെ മാതിരി വേദനയും വിഷമങ്ങളും അനുഭവിച്ച് ആ മറ്റു മദ്യാസക്തരോടൊപ്പം നിലനിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വൈകാരിക തലം പ്രവർത്തിക്കാൻ തുടങ്ങും എന്നുള്ളത് മനസ്സിലാക്കുന്ന ആൽക്കഹോളിക് അനോൺസിന്റെ പ്രോഗ്രാമിലൂടെയാണ്. ബാക്കിയല്ലോ അതിനോടനുബന്ധിച്ചിട്ട് ഞാൻ പ്രവർത്തിപ്പിച്ചതല്ലോ, അല്ലെങ്കിൽ കള്ളത്തരം പറഞ്ഞിട്ട് ആ തലത്തിന്റെ ആ ഒരു ക്രിയേറ്റീവിനെ ഉപയോഗിച്ചും കൊണ്ട് ഞാൻ കുറെ കളവ് ചെയ്തു കൂട്ടിയതിന്റെ ഫലമായിട്ടാണ് ആത്മീയമായ പാപ്പരത്ത് എനിക്ക് ഉണ്ടായത്. കാരണം വൈകാരിക തലം വികസിക്കുന്നതിലൂടെയാണ് ആത്മീയമായിട്ടുള്ള ഉണർവ് ഒരു മനുഷ്യനില് ഉണർന്നു വരിക എന്നുള്ളതാണ്. എവിടെ വേണേലും പരിശോധിച്ചാൽ ഉത്തരം കിട്ടുമെന്നുള്ളതാണ്. ഏത് ആധ്യാത്മിക ഔന്നത്യത്തിലെത്തിയ ആചാര്യന്മാരെ പറ്റി ചിന്തിച്ചു നോക്കിയാലും അവരെ പുറകിൽ
ആ ഒരു വൈകാരിക തലം ഉണർന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് തന്നെയാണ് ലോകത്തിന് അവർ പലതും അവർക്ക് സംഭാവന നൽകാൻ കഴിഞ്ഞതെന്നുള്ള. മുഹമ്മദ് നബി ആയിക്കോട്ടെ, ക്രിസ്ത്യാനിറ്റിയിലെ യേശുദേവനായിക്കോട്ടെ, അല്ലെങ്കിൽ ബുദ്ധമതം സ്ഥാപിച്ച ഗൗതമന്റെ കാര്യം എടുത്തോട്ടെ, ശ്രീരാമകൃഷ്ണദേവന്റെ കാര്യം എടുത്തോട്ടെ, എല്ലാം ആ വൈകാരിക തലത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങിയിട്ടുള്ള അതിന്റെ അടിസ്ഥാന ഒരു വേദനകളും വിഷമങ്ങളും അസ്വസ്ഥതകളും തന്നെയാണ് അവരെ ഉയർത്തിക്കൊണ്ടുവന്നത്. അവരെന്തിന് മെഡിറ്റേഷൻ ആയ ഒരു ആത്മീയമായ സാധനകള് ചെയ്യാനുണ്ടായ കാരണങ്ങളെ അന്വേഷിക്കുമ്പോൾ അവരൊന്നും അർമാദിച്ചിട്ട് ചെയ്ത കാര്യങ്ങളല്ല. ഞാൻ കഴിഞ്ഞ ഈ മണിക്കൂറുകൾക്ക് മുമ്പ് ഇതേ ഷെയറിങ് ഞാൻ അവിടെ ചെയ്തിരുന്നു. ഒരു സ്പിരിച്വാലിറ്റി ഉണർന്നു വരിക, ദൈവം തന്നെ എല്ലാം ഒരുക്കി വെച്ച, ഇപ്പൊ മുൻപ് മനോജ് ഭായ് പറഞ്ഞ മാതിരി തന്നെ എല്ലാത്തിലും ദൈവത്തിന്റെ കരസ്പർശം ഏറ്റിട്ടുണ്ടെന്നുള്ള. ആരെ എങ്ങനെ വരുന്നു, ആരെങ്ങനെ പോകുന്നു, ആരെങ്ങനെ അവസാനിക്കുന്നു, ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തില് കൃത്യമായിട്ട് എഴുതി വെച്ചതാ. അതുകൊണ്ട് തന്നെയാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നുള്ള 3 എണ്ണത്തിലൂടെ ഹിന്ദുമതം മുന്നോട്ട് വികസിച്ചു വന്നതെന്നുള്ള. എല്ലാം 3-ലാണ് ഒതുങ്ങിയിരിക്കുന്നത്. 3-ന് വലിയൊരു പ്രാതിനിധ്യം കൽപ്പിക്കുന്നതാണ് ഹിന്ദുമത ശാസ്ത്രങ്ങൾ. ആ 3-ലൂടെയാണ് വികസിച്ചു വരുന്നത്. അപ്പൊ ഈ ആത്മീയമായ ഔന്നത്യത്തിലേക്ക്, ഈ 3-ന്റെ പരിപൂർണതയിലേക്ക് ഏത് ഭൂമിയിലുള്ള ഏത് വിഷയത്തിനെ എത്തിക്കുന്ന ഈ വൈകാരിക തലത്തിന്റെ, അല്ലെങ്കിൽ ആ വൈകാരിക തലം ഉണർത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. അതിന്റെ പുഷ്പിക്കലാണ് ബാക്കി മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുക, മറ്റുള്ളവരോട് സഹിഷ്ണുതയോടും കൂടെ പെരുമാറാൻ കഴിയുക, അനുഭൂതിദായകമായിട്ടുള്ള ആശ്വാസവചനങ്ങൾ നൽകാൻ കഴിയുക. ഇതെല്ലാം അതിന്റെ പൂവിടലാണത്. ഹൃദയം വികസിക്കുന്ന, അല്ലെങ്കിൽ ഹൃദയം വിടരുന്നതിന്റെ ഫലമായിട്ടുണ്ടാവുന്നതാണ്. അപ്പോ ആദ്യമായിട്ട് ആ ഒരു വൈകാരിക തലം ഉന്മേഷമാക്കിയെടുക്കാൻ, കാരണം മനുഷ്യന്റെ അല്ലെങ്കിൽ ഏത് ജീവിന്റെ ആകെ ഊർജം പരിലസിപ്പിച്ചെടുക്കേണ്ടുന്നത് ഹൃദയഭിത്തിയിൽ വെച്ചിട്ടല്ലേ, ഹൃദയാന്തരങ്ങളിൽ വെച്ചിട്ടാണ്. ആ ഹൃദയം ഉണരണമെങ്കിൽ മനുഷ്യൻ ദുഃഖത്തിന്റെയും വേദനന്റെയും അസ്വസ്ഥതയുടെയും എല്ലാം പ്രശ്നങ്ങൾ അറിയണം എന്നുള്ളത്. ഞാനിത് പറഞ്ഞുകൊണ്ടുവരുന്നത്, ഒരു വ്യാഴവട്ട കാലം വിഡ്ഢിയായി ജീവിച്ചിട്ട് അജ്ഞത കൊണ്ട് മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും എല്ലാം പോയിട്ട് ആ വേദനകളുടെ മൊത്തം വ്യാപാരം ഏറ്റെടുത്ത മുക്തിയാണ്. കാരണം ഇനിയൊന്നും ബാക്കിയില്ല, ഉടുക്കാൻ തുണിയില്ലാത്ത ഒരു അവസാന ഘട്ടം. രാവിലെ മറ്റുള്ളവര് ബീഡി വലിച്ച് പുക ഊതുമ്പോ ഒരു ബീഡി വലിക്കാൻ ആഗ്രഹിച്ചിട്ട് സ്വന്തം പോക്കറ്റ് തപ്പി നോക്കുമ്പോ ഒരു ചില്ലിക്കാശ് പോലും ഇല്ലാതെ, ഒരു ബീഡി കഷ്ണം പോലും ഇല്ലാത്ത അവസരത്തിൽ റോഡുമ്മലുള്ള നീളമുള്ള ബീഡി കുറ്റികൾ ആരും കാണാതെ അടിച്ച് വലിച്ച ഒരു അവസ്ഥ. അവിടെ ആ ഹൃദയം പരിഭാഗപ്പെട്ട് വരികയാണത്. അത്രയധികം വിഷമങ്ങൾ ഈ ഒരു മനുഷ്യജീവിക്ക് നൽകിയിട്ട് ആ ഒരു വൈകാരിക തലത്തിനെ അതിൽ നിന്ന് ഉയരാൻ വേണ്ടിയിട്ട് ആൽക്കഹോളിക് അനോണിമസിനെ അതിന്റെ ആത്മീയത ഞാൻ ദർശിക്കുന്ന അവിടെയാണ്. എന്തുകൊണ്ട് കള്ളുകൂടിയനായി? ഞാനിന്ന് ഭാഗ്യവാനാണെന്ന് പറയുമ്പോൾ ഞാൻ എന്തുകൊണ്ട് കള്ളുകൂടിയനായി? ഏത് കാരണത്തിന് ഞാൻ ഇങ്ങനെ കുടിച്ചു പോയി? അപ്പൊ എന്നെ കൊണ്ട് കുറെ നിയോഗങ്ങൾ ഉണ്ടായിരിക്കും ഭൂമിയിൽ. ദൈവം അതുകൊണ്ടാണ് ഒരു ആത്മഹത്യ പോലും ചെയ്യിപ്പിക്കാതെ, അല്ലെ ഒരു അപകട മരണത്തിലേക്ക് പോലും തള്ളിവിട്ടാതെ എന്നെ രക്ഷിച്ചെടുത്ത് ആൽക്കഹോളിക് അനോണിമസിന്റെ കോടിക്കണക്കിന് കൈകളിലേക്ക് എന്നെ എടുത്തെറിഞ്ഞു കൊടുത്തതാണ്. ഈ ആകസ്മികതയിൽ വിശ്വസിക്കുമ്പോൾ പല
കൃത്യമായിട്ടുള്ള കുറെ ഉത്തരങ്ങൾ, അല്ലെങ്കിൽ കുറെ വാഗ്ദാനങ്ങൾ, അല്ലെങ്കിൽ കുറെ സങ്കല്പങ്ങൾ, അത് ഒരു മധ്യസ്ഥന് കേവലം ഒരു എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ SLC ഞാൻ 42 മാർക്ക് വാങ്ങി തോറ്റ വ്യക്തിയാണ്. ആ ഒരു വ്യക്തിയായി ഇത്രേതായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വിഷയത്തില് ദൈവം അത് മനസ്സിലാക്കി കൃത്യമായിട്ട് തരുന്നു എന്ന് പറയുമ്പോ ഞാൻ എവിടെയാണ് ഭാഗ്യം ചെയ്തത് ഞാൻ ചിന്തിക്കുന്നത്. കാരണം അത്രയധികം ആൽക്കഹോളിക് അനോണിമസിൽ ഇഴുകിച്ചേരണം, മനുഷ്യന്റെ ശാരീരിക അവസ്ഥയെ പറ്റി മനസ്സിലാക്കണം, മനുഷ്യന്റെ മാനസികമായിട്ടുള്ള തലങ്ങളെ പറ്റി മനസ്സിലാക്കണം. ഇതെല്ലാം ഉറപ്പിച്ചിട്ടാണ് ആൽക്കഹോളിക് അനോണിമസിന്റെ മീറ്റിംഗിൽ പങ്കെടുത്ത് വരുന്നത്. ഇപ്പോ മനോജ് ഭായ് പറഞ്ഞ മാതിരി തന്നെ പ്രയത്നിക്കാൻ തയ്യാറാവുക. പ്രയാസങ്ങളാണ് പ്രയത്നത്തിന് പ്രേരണ നൽകുന്നത്. എന്തിനാ പ്രയത്നം എന്ന് പറയുമ്പോ ഒരു ഇല്ലാത്തൊരു ഊർജം, എവിടെ നിന്നോ ഒരു ഊർജം നമ്മളിലേക്ക് വരുമ്പോഴേ പ്രയത്നിക്കാൻ കഴിയും. അത് പ്രയാസം അനുഭവിച്ചിട്ടേ സംഭവിക്കുക. പ്രയാസം സംഭവിക്കണം ആദ്യം, എങ്കിലേ ആ ഊർജം പ്രവഹിക്കാൻ തുടങ്ങും. ആ ഊർജം പ്രവഹിച്ചു കഴിഞ്ഞാലേ എന്താണ് ഇപ്പൊ ഈ പ്രയത്നിക്കാൻ കഴിയും. വലിയൊരു വാക്കാണ് അത്. വാക്കിന്റെ അർത്ഥം കൂടി മനസ്സിലാക്കും. പ്രയത്നിക്കേണ്ട ആവശ്യമില്ല, സാധാരണ ഈ പോലെ ചെയ്താൽ പോരെ. പക്ഷെ പ്രയത്നമുള്ളിടത്താണ് കൂടുതൽ പ്രയത്നം വരിക എന്നുള്ള അത് അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ പ്രയാസപ്പെട്ടിരുന്നു. ആ പ്രയാസമാണ് ഇന്ന് ആൽക്കഹോളിക് അനോണിമസിന്റെ മീറ്റിങ്ങിലൂടെ നിരന്തരം സഞ്ചരിക്കണം, എന്നെപ്പോലെ തന്നെ ദുരിതം അനുഭവിക്കുന്ന അവരോടൊപ്പം ചേർന്ന് തോളോട് തോളുരുമ്മിക്കൊണ്ട് മുന്നോട്ട് പോണം എന്നുള്ളൊരു പ്രയത്ന ചിന്ത മനസ്സിൽ ഉടലെടുക്കുന്നുണ്ട്. ബാക്കി സമൂഹത്തിലേക്ക് തിരിഞ്ഞു നോക്കുക, സ്വന്തം കുടുംബത്തിലേക്ക് തിരിഞ്ഞു നോക്കുക, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണർന്നു വരുന്ന അസാരസ്യങ്ങളെ ശ്രദ്ധിക്കുക. അപ്പോഴാണ് ഈ വൈകാരിക തലത്തിനെ ഉയർത്താനുള്ള ഒരു പ്രേരണ ഉള്ളിൽ. ഈ സഹിഷ്ണുത വരുമ്പോഴാണ് ചിന്തിക്കുന്നത്, മറ്റുള്ളവനെ സ്നേഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് എനിക്ക് സഹിഷ്ണുത അനുഭവപ്പെടുന്നത്. എന്തും ഒരു നെഗറ്റീവ് പോസിറ്റീവ്, ഒരു ബൾബ് കത്തണമെങ്കിൽ 2 വയറ് കൊണ്ട് വന്നു കഴിഞ്ഞ് രണ്ടോട് കൂട്ടിമുത്തിക്ക് വയറ് കത്തിപ്പോവുകയുള്ളൂ, ബൾബ് കത്തില്ല. അതിൻ്റെ നടുക്കൊരു മീഡിയേറ്റർ ആയിട്ടാണ് അതിന് സ്വിച്ച് കൊടുക്കുന്നത്. സ്വിച്ച് ഇട്ടാലേ കത്തും. അതേമാതിരി ആൽക്കഹോളിക് അനോണിമസിൽ വന്നിട്ട് എൻ്റെ സ്വിച്ച് ഞാൻ ഇടണം, അപ്പോഴേ എൻ്റെ ബൾബുകൾ കത്താൻ തുടങ്ങും, എൻ്റെ ഉള്ളിലുള്ള പ്രകാശങ്ങൾ ചൊരിയാൻ തുടങ്ങും. അപ്പൊ അത്രയും ഗൗരവത്തിൽ ആൽക്കഹോളിക് അനോണിമസിനെ നോക്കിക്കാണുക. അനേകം ലിറ്ററേച്ചറുകൾ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതിൽ ലിറ്ററേച്ചറിൽ അടങ്ങിയത് ഒരു മദ്യാസക്തന് ആവശ്യമായിട്ടുള്ളത് കിട്ടി. അത് ഇപ്പം മനോജ് ഭായ് വീണ്ടും ഞാൻ എടുത്ത് പറയാം, ഞാൻ അയാളെ ഓരോരോ പോയിന്റ് എടുത്ത് പറഞ്ഞതിനെ കൊണ്ട് അയാളുടെ പേര് പറയാം. സ്വന്തമായ വിലയിരുത്തൽ തുറന്നു ചെയ്യുകയും തെറ്റ് ചെയ്യുമ്പോഴെല്ലാം ഉടനെ സമ്മതിക്കുകയും ചെയ്യുക. എന്താ പടി അങ്ങനെ എഴുതാൻ കാരണം? തെറ്റ് ചെയ്ത് കഴിഞ്ഞാലേ ഒരു ശരി നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുള്ളൂ. അപ്പോ ഓരോ ദിവസവും നമ്മളെ വിലയിരുത്തൽ നടത്തുമ്പോൾ തെറ്റുകളും ശരികളും കണ്ടുകൊണ്ടിരിക്കും. അത് വിലയിരുത്തിയിട്ട് മുന്നേറാൻ കഴിയുന്ന ഒരാൾക്ക് 12ാമത്തെ പടിയിലേക്ക് എത്തപ്പെടാൻ കഴിയും. ആ 12ാമത്തെ പടിയിൽ എത്തുമ്പോൾ ഈ 10ന്റെ രത്നച്ചുരുക്കം ഗ്രഹിച്ചവനാണ് 12ാം പടിയിൽ എത്തുന്നത്. അതാണ് 11ാമത്തെ പടി പറഞ്ഞത്. 1 ആണ് 11, ഈക്വൽ ആണത്. അവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കണം, പ്രാർത്ഥന, ധ്യാനം എന്നിവയിൽ കൂടി. കാരണം നമ്മൾ രസകരമായിട്ട് ആൽക്കഹോളിക് അനോണിമസ് വന്നിട്ട് കുറച്ച് കാലങ്ങളെല്ലാം ചിന്തിച്ചപ്പോൾ 1-2 ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നിരുന്നു എന്നുള്ള.
ലോകത്തിന് ആധ്യാത്മിക ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും മാതൃകയായിട്ടുള്ളത് ഭാരത രാജ്യമാണ്. ഭാരത രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയമായിട്ടുള്ള ഭൂമിക എന്നാ പറയുന്നത്. അതിന്റെ ഓരോ ഘടനയും പരിശോധിക്കാതാണ്. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ചെന്ന് ചേരുന്ന സമുദ്രത്തിന്റെ ഇങ്ങേ തലയിൽ എത്തുമ്പോൾ ഈ നദികൾ സഞ്ചരിക്കുന്നത് ഭാരതത്തിന്റെ നടുവ് കൂടി എത്തുമ്പോൾ അത്രയും പവിത്രമായ 3 നദികളാണ് ഇതിലൂടെ ഒഴുകുന്നതെന്നല്ല. അങ്ങനത്തെ ആത്മീയമായിട്ടുള്ള ഈ ഭൂമിയിൽ മദ്യാസക്തർക്കായിട്ടൊരു രക്ഷപ്പെടാനുള്ള ഒരു മാർഗരേഖ എന്തുകൊണ്ട് ഉണ്ടായില്ല? അതിനൊരു പാശ്ചാത്യരെ അല്ലെങ്കിൽ പാശ്ചാത്യ വ്യക്തികളെ അനുകരിക്കേണ്ട ഒരവസ്ഥ ഭാരതത്തിലുള്ള നമുക്കുണ്ടായി എന്നില്ല. എന്തുകൊണ്ട്? ഞാൻ എന്നോട് ചോദിച്ച ചോദ്യമാണ്. അവിടെയാണ് നമ്മളെ നഷ്ടപ്പെട്ടു പോയ സംസ്കാരങ്ങളെ മൂല്യങ്ങളെ പറ്റിയല്ലോ മനസ്സിരുത്തി പഠിക്കേണ്ട ആവശ്യകത വന്നത്. ഋഷിമാര് സോമരസം പോലുള്ള മദ്യപാനം പണ്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊന്നും മദ്യാസക്തരായി മാറിയ ചരിത്രവും കാണുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ മനസ്സിനെ സമതുലിതാവസ്ഥയിൽ നിർത്താൻ പറ്റുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അന്ന് ഭാരതത്തിലെ ജനങ്ങള് ഓരോന്നും ക്രിയേറ്റീവ് ചെയ്ത് പോയതെന്നുള്ള. 10-22 വർഷക്കാലം ഗുരുകുല വിദ്യാഭ്യാസം നൽകുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് പരിപക്വമായ മനസ്സും സന്തുലിതമായിട്ടുള്ള ഒരു മനസ്സും പേറിയിട്ടാണ് അവൻ ഗാർഹിക ജീവിതത്തിലേക്കോ സന്യാസ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ മറ്റ് വ്യാവഹാരിക മണ്ഡലത്തിലേക്കോ കടക്കുന്നത് എന്നുള്ള. അവനവന്റെ മനസ്സിനെ നിലനിർത്താനുള്ള കഴിവുണ്ടെന്നുള്ള. രണ്ടാമത്തെ ഒരു ചോദ്യം വന്നെന്ന് പറഞ്ഞാൽ എന്താണ് രോഗം? രോഗത്തിന്റെ ഡിസീസാണ് ഡിസീസാന്ന് പറഞ്ഞു. ഈ ഡിസീസ് എന്നുള്ള വാക്കിന് ഞാൻ അർത്ഥം പരതി നോക്കിയപ്പം കിട്ടിയ ഉത്തരം എന്ന് പറഞ്ഞാൽ അസന്തുലിതാവസ്ഥ എന്നേ പറഞ്ഞിട്ടുള്ളൂ, രോഗം എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ആരോഗ്യത്തിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമ്പോഴാണ് ഒരു രോഗിയായിട്ട് മാറുന്നത്. അതേമാതിരി മനസ്സിന്റെ അസന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നതിന്റെ ഫലമായിട്ടുണ്ടാവുന്ന ഒരു രോഗമാണ് ആൽക്കഹോളിസം എന്നുള്ളത്. അപ്പൊ അതിന് വേറെ ഒരു മലയാളത്തില് പേര് കൊടുക്കാനില്ല കേട്ടോ. രോഗം ഇത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഡിസീസ് ആണ് വരുന്നത്. അപ്പൊ ആ രോഗം മദ്യാസക്തനായതുകൊണ്ട് അത് രോഗം എന്ന് അംഗീകരിക്കാം. പക്ഷെ ഭഗവത്ഗീതയിൽ 2-ാമത്തെ അധ്യായത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, ഭൗതികമായ ലോകത്ത് ഭൗതിക വസ്തുക്കളെ കണ്ട് ഭ്രമിച്ചിട്ടുണ്ടാവുന്ന ആഗ്രഹങ്ങളിൽ നിന്ന് അത് കിട്ടാതെ വരുമ്പോ ഉണ്ടാവുന്ന കോപവും അപമാനവും നിരാശയും വിഷമവും വിഷാദവും ഒക്കെയാണ് ഒരു മനുഷ്യനെ മനോഭ്രാന്തിയിലേക്ക് നയിക്കുന്നത്. വേണേ ഞാൻ ആ ശ്ലോകം ചൊല്ലാം, പഠിപ്പിക്കാനൊന്നുമല്ല, ആവശ്യമാണെന്ന് കരുതി ശേഖരിച്ചു വെച്ചതാണ്. ധ്യായതോ വിഷയാൻ പുംസഹ സംഗസ്തേഷു ഉപജായതേ സംഗാത് സംജായതേ കാമാത് ക്രോധാഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതിഭ്രംശ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രശതി എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഭ്രാന്തനായി പോകും. അത് മദ്യാസക്തനല്ലാത്തൊരു വ്യക്തിക്ക് സംഭവിക്കും. അപ്പം ആ രീതിയിൽ നോക്കുമ്പോ ഇതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങള് ആൽക്കഹോളിക് അനോണിമസിന്റെ പിന്മുറക്കാരായിട്ടുള്ള ആൾക്കാർ വിജയിച്ചവർ എഴുതി വെച്ചിട്ടുള്ള ആ പാത പിന്തുടരുന്ന ഒരാളും പരാജയപ്പെടില്ല എന്നുള്ളത് 100% വിശ്വാസത്തിലെടുത്തുകൊണ്ട് ആ വിശ്വാസത്തിന്റെ ബലത്തിൽ ഇന്നും ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഏകദേശം 22-ാമത്തെ വർഷത്തിലേക്ക് ഞാൻ കടന്നു എന്നുള്ളതാണ്. ഏതായാലും വളരെ സന്തോഷകരമായിട്ട് ഈ ഒരു രാത്രിയുടെ അവസാന യാമത്തിൽ നിങ്ങളോടെല്ലാം സംസാരിക്കാനും നിങ്ങളെല്ലാം കാണുന്നുണ്ട്, ഞാൻ കണ്ടുകൊണ്ടിരിക്കാനും ഒക്കെ കഴിഞ്ഞതിൽ ദൈവത്തിനോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്തേ. വളരെ നന്ദി ഹരിദാസ്. എന്തായാലും മനോജ് ചേട്ടനും ഹരിദാസ് ചേട്ടനോട് കൂടി ഒരു നല്ല ഒരു
ഒരു പ്രചോദനമേകുന്ന തരത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു തരത്തിൽ വളരെ സിമ്പിളായ ഭാഷ ഉപയോഗിച്ച് നമുക്ക് വളരെ നല്ലൊരു രാത്രിയുടെ ഇത്രയും നേരത്തെ എഴുന്നേറ്റിരുന്ന് നമുക്ക് വേണ്ടി നല്ല ഷെയറിങ്